അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് ഡ്യൂറിങ് എക്സാം. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് കൺട്രോൾ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ ഒരു പോയിന്റ് എഴുതാതെ ബാക്കി നിങ്ങൾ എന്തെല്ലാം എഴുതിയിട്ടും ഒരു കാര്യമില്ല. ഒന്നീ കൂടുതൽ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. സോ അതിന് നമ്മൾ ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് എക്സാമുകൾ ഇരുന്നപ്പോഴത്തേക്കും മൈൻഡ് ഭയങ്കര ക്ലിയർ ആയി. എക്സാമിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ടി വരത്തില്ല. ആ ഒരു പേജിൽ മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് ഡ്യൂറിങ് എക്സാംസ്. അതായത് എക്സാം സമയത്ത് നമ്മൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും ആ മിസ്റ്റേക്സ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് ടൈം മാനേജ്മെന്റ്. നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോസിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തും ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യനും നമ്മളൊരു ടൈം അലോക്കേറ്റ് ചെയ്യുക, ആ ടൈമിനുള്ളിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് തീർക്കാം. അങ്ങനെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഓവറായിട്ട് ടെൻഷൻ ആവും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പീഡിൽ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് കെയർലെസ് മിസ്റ്റേക്സുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് കൺട്രോൾ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡെമോ ക്വസ്റ്റ്യൻസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു 3 hours ആണ് നമ്മൾ എക്സാം പ്രസന്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു 3 hours ടൈം തന്നെ വെക്കുക. അങ്ങനെ ഒരു 3 hours ടൈം ഫ്രെയിമിനകത്ത് ഓരോ ക്വസ്റ്റ്യനും നമുക്കൊരു 20 minutes ടൈം ഫ്രെയിമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 20 minutesനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അടുത്ത അറ്റംപ്റ്റ്, അതായത് അടുത്ത അറ്റംപ്റ്റ് വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്ന് എഴുതുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസിന്റെ സമയത്ത് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ടൈം മാനേജ്മെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കെയർലെസ് മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണെങ്കിലും അത് ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ആണ് മിസ് റീഡിങ് ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാതിരിക്കാം. അപ്പൊ ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഇതിപ്പോ എല്ലാവരും ചെയ്യുന്നതല്ലേ, ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും എല്ലാവരും നല്ലോണം വായിക്കുമല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, അതിൽ കുറച്ച് മിസ്റ്റേക്സുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസും ഒന്നെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. സോ ആ കേസ് സ്റ്റഡി വായിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ആൻസർ കറക്റ്റായിട്ട് മനസ്സിൽ ഓർമ്മ വരികയൊക്കെ ചെയ്യുമല്ലോ. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ മിക്കപ്പോഴും 80% ക്വസ്റ്റ്യൻസിന്റെയും താഴെ ഏറ്റവും ലാസ്റ്റിലായിരിക്കും എന്താണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളൊരു പോയിന്റ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ അല്ലയോ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ യെസ് ഓർ നോ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു പോയിന്റിന് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കണം. നമ്മുടെ ആൻസറിനകത്ത് യെസ് എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇസ് വാലിഡ് എന്നോ സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻവാലിഡ് എന്നോ അങ്ങനെ ഒരു പോയിന്റ് വേണം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇതുപോലെ എന്തെങ്കിലും ഒരു വാലിഡ് സ്റ്റേറ്റ്മെന്റ് അവരോട് പറയും. അപ്പം ആ ഒരു പോയിന്റ് എഴുതാതെ ബാക്കി നിങ്ങൾ എന്തെല്ലാം എഴുതിയിട്ടും ഒരു കാര്യമില്ല. സോ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് എന്താണോ ചോദിക്കുന്നത് അതിന് മാത്രം ഉത്തരം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിൽ നമ്മൾ കുറെ എഴുതി വെച്ചിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു രീതിയിലുള്ള പ്രയോജനം ഉണ്ടാവത്തില്ല. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുക. അത് നമുക്ക് ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആവത്തില്ല. ആദ്യം വായിക്കുമ്പോഴേ നമ്മൾ അതിൽ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ആവശ്യം വരത്തില്ല. സോ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ആണ് ലാക്ക് ഓഫ് ഫോക്കസ്. അതായത് നമുക്ക് ഇപ്പം വരുന്ന ജനറേഷനിൽ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഫോക്കസ് ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മയൊക്കെ. അപ്പൊ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സാം എഴുതിയ ഒരു ഹോളിനകത്ത് ഈ ഇൻവിജിലേറ്റേഴ്സ് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഹോളായിരുന്നു. അപ്പോൾ ഒന്നീ കൂടുതൽ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റർബൻസ് നമുക്കിങ്ങനെ സൈഡിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഇതൊക്കെ നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിനൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ആ ഡിസ്ട്രാക്ഷൻസിൽ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അറ്റംപ്റ്റ് ആണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഫോക്കസ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് പറ്റണം. സോ അതിന് നമ്മൾ ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ബിൽഡ് ചെയ്തെടുക്കേണ്ട 2 രീതി ഞാൻ പറഞ്ഞുതരാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ അങ്ങനെയുള്ള രീതിയൊക്കെ ഇല്ല. ആ രീതിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റും. ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് ആ ലൈറ്റിലോട്ട് മാത്രം കുറച്ചേരം ഫോക്കസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക, വേറൊന്നും ഒരു ഡിസ്ട്രാക്ഷൻ വരുത്താതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതായിരിക്കും
കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ടെക്നിക്ക്. അതായത് കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുന്ന പോലത്തെ ഗെയിംസ് കളിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ടെമ്പിൾ റൺ പോലത്തെ ഗെയിംസ് ഒക്കെ ഇല്ലേ, ആ ഗെയിമിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ ഓരോ ട്വിസ്റ്റും ടേൺസും വരുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ച് ജമ്പ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഗെയിംസ് കളിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഇതൊരു നല്ല ടെക്നിക്കാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ്. ഗെയിംസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കൂട്ടും. എന്ന് വെച്ചാൽ എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കാനല്ല, നമ്മൾ പഠിക്കുന്നതിന് ഒരു ബ്രേക്ക് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും കുറച്ച് ഗെയിമൊക്കെ കളിക്കുന്നത് കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് നല്ലൊരു ടെക്നിക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ആണ് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള സ്ലീപ്പ്. നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ എക്സാമിന് തലേദിവസം മിക്ക ആൾക്കാരും ഒന്നെങ്കിൽ രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കും, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണ്ണിരുന്ന് പഠിക്കും. അങ്ങനെ ആയിരിക്കുമല്ലോ. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ പഠിക്കുന്ന വോളിയം അത്ര ഉള്ളതുകൊണ്ട് നമുക്കത് വീണ്ടും റിവൈസ് ചെയ്ത് അത് മാക്സിമം കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു എക്സാമിന് ഞാൻ ഇതെനിക്ക് രാവിലെ ഇട്ടിരുന്ന് ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചിട്ട് പോയൊരു എക്സാമിന് എനിക്ക് ഓർമ്മ വന്ന, അല്ലെങ്കിൽ ഞാൻ പ്രസന്റ് ചെയ്ത രീതിയേക്കാളും എനിക്ക് കിട്ടിയ മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് നല്ലോണം എക്സാമിന് വേണ്ടി കുറച്ചുകൂടി മുമ്പേ നേരത്തെ പഠിച്ച് തീർത്തിട്ട് ആ എക്സാമിന്റെ ആ ദിവസം നല്ലോണം കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എണീറ്റ് പോയി എക്സാം എഴുതിയ ആ ഒരു സമയത്ത് എനിക്ക് നല്ല മാർക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു, നല്ല മാർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് എക്സാമുകൾ ഇരുന്നപ്പോഴത്തേക്കും മൈൻഡ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സ് നമുക്ക് നല്ല രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കോൺസെൻട്രേഷൻ, ഒരു മെമ്മറി പവർ ഒക്കെ കിട്ടും. നമുക്ക് എല്ലാം നല്ലോണം ഓർമ്മ കിട്ടും. സോ അതൊരു ഭയങ്കര ഡിഫറൻസ് ആണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നേരത്തെ പഠിച്ചു തീർത്തിട്ട് എക്സാമിന്റെ അന്നത്തെ ദിവസം നല്ലോണം കിടന്നുറങ്ങിയിട്ട് ക്ലിയർ മൈൻഡായിട്ടൊന്ന് എക്സാമിന് പോയി നോക്കിയേ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം നല്ലോണം പഠിച്ചാലും എക്സാമിന് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. സോ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തിന് വർക്കിംഗ് നോട്ട്സിന്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ട്സ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളിത് കോപ്പി അടിച്ച് ചെയ്തതാണോന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് വർക്കിംഗ് നോട്ട്സ് എഴുതുക, അതിന്റെ ഒരു റെഫറൻസ് നമ്മുടെ ആൻസറിൽ കൊടുക്കാന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ആൻസറിനെ കുറച്ചും കൂടെ ഒന്ന് പ്രസന്റബിൾ ആക്കും. സോ പ്രസന്റേഷൻ സ്കിൽസ് നല്ലോണം വരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സജസ്റ്റഡ് ആൻസേഴ്സ് ഒക്കെ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ആണ് ലാക്ക് ഓഫ് റിവിഷൻ. നിങ്ങൾ റിവിഷൻ ചെയ്യാതെ ഒരു എക്സാമിന് പോകുകയേ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റിവിഷൻ ചെയ്യുന്നതോറും നമ്മുടെ മെമ്മറിയിൽ അത് ഫീഡ് ആയിക്കൊണ്ടിരിക്കും. എക്സാമിന് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ടി വരത്തില്ല. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതാണ്, ഈ ഒരു പേജിലാണ്, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റിവൈസ് ചെയ്തിട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നല്ലോണം മനസ്സിലാവും. ഇപ്പോൾ റിവിഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ഷോർട്ട് നോട്ട്സ് വഴി റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാതെ പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ഫുൾ ബുക്ക് നമ്മൾ വീണ്ടും ഒന്നിന്ന് വായിച്ച് നോക്കി റിവൈസ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഐക്കാർഡിൽ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിക്ക എക്സാമുകളിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് അതൊക്കെ പൊതുവേ നമുക്കൊരു ഫസ്റ്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന ഒരു കോളം കാണും, കോളം അല്ലെങ്കിൽ ഒരു പേജ് കാണും. നമ്മുടെ പേരായിരിക്കത്തില്ല നമ്മളവിടെ ഫില്ല് ചെയ്യുന്നത്, നമ്മുടെ റോൾ നമ്പർ, പിന്നെ കുറെ കോഡുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ നമ്പേഴ്സ്, ഫിഗേഴ്സ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഫില്ല് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേജ് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എത്ര പഠിപ്പിസ്റ്റ് ആണെങ്കിലും എത്ര പേജ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പേജിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ മിക്ക കേസുകളിലും ഒരു അഡീഷണൽ ഷീറ്റ് നമുക്ക് അവർ തരത്തില്ല. ഇനി ഇൻ കേസ് തന്നാലും ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാവും. അങ്ങനത്തെ ഒരു സംഭവം പറ്റിയല്ലോ, ഇനിയിപ്പോൾ അവർ വേറെ ഷീറ്റ് നമുക്ക് തരുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനായി നമുക്ക് ടെൻഷൻ അടിച്ച് ബാക്കിയുള്ള ആൻസേഴ്സ് പോലും നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സിനോട് എന്താണെങ്കിലും അത് ചോദിക്കുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സാമുകളിൽ വരുത്താൻ സാധ്യതയുള്ള മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്സും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ എടുത്ത് നോക്കുക. എൻ്റെ ചാനലിൽ ഒരുപാട് ഇൻഫോർമേറ്റീവും എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിക്കും ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും താഴെ വന്ന് കമന്റും കൂടെ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എന്റർടൈനിങ് വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.